മലപ്പുറത്ത് പ്രതിഷേധം നടക്കുന്നു. SP ഓഫീസിലേക്ക് കോൺഗ്രസ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള തെരുവിലെ സമരം തുടരുകയാണ് യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസവും മാർച്ചുണ്ടായിരുന്നു. SP ഓഫീസിലേക്കുള്ള പ്രതിഷേധം ജലപീരങ്കി പ്രയോഗം നടക്കുകയാണ്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ SP ഓഫീസിലേക്കുള്ള പ്രതിഷേധത്തിൽ യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ടോ? ജലപീരങ്കി പ്രയോഗിച്ച പ്രവർത്തകരെ തടയുന്നു. സംഘർഷത്തിലേക്ക് നീങ്ങുക. കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു സ്മൃതി. ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്കെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രതിരോധിക്കുകയായിരുന്നു. തുടർന്ന് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം നിർവഹിക്കുന്നു. ഏകദേശം 3/4 മണിക്കൂറിന് ശേഷമാണ് വീണ്ടും ഇപ്പോൾ പ്രതിഷേധവുമായി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തിയത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ബാരിക്കേഡ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പ്രവർത്തകർ വീണ്ടും ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. ഈ ബാരിക്കേഡിന് താഴെ നിന്നുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 200-ലധികം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ട്. യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധം ഇങ്ങോട്ടേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഒരു അഭിമുഖം, ആ അഭിമുഖത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ അദ്ദേഹം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് ഈ ഒരു പ്രതിഷേധത്തിന് പ്രധാന കാരണമായി യൂത്ത് ലീഗ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. ജലപീരങ്കി ഏകദേശം 3 മിനിറ്റിലധികമായി ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം, 50 മീറ്റർ അകലേക്ക് വരെ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് പ്രവർത്തകരെ പൂർണ്ണമായും പിരിച്ചുവിടുന്നതിന് വേണ്ടി. പക്ഷേ പ്രവർത്തകർ പല മേഖലകളിലായി ഒളിഞ്ഞു നിന്നുകൊണ്ട് മാറി നിന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വീണ്ടും വിരച്ചെത്തുന്ന ഒരു കാഴ്ച, ഒരുമിച്ച് കൈ ചേർത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യമുയർത്തുന്ന കാഴ്ച, മറുഭാഗത്ത് നിന്ന് ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. സംഘർഷ സാഹചര്യത്തിലാണ്. ഒരു പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിൽ ലാത്തിച്ചാർജിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട്. SP ഓഫീസിൽ നിന്നും ഏകദേശം 50 മീറ്റർ അകലെയാണ് ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. എന്നാൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം. പോലീസിന്റെ കയ്യിൽ നിന്നും കയറുൾപ്പെടെ, അതായത് ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കയറുൾപ്പെടെ വലിച്ചിടാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് താഴ്ഭാഗത്ത് പൊക്കിയത് അപ്പുറത്തേക്ക് മറിച്ചിടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എന്നാൽ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ പോകുന്നു. വീണ്ടും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നത്. പക്ഷേ അവിടെ മാറുന്ന പ്രവർത്തകരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തി ഒരുമിച്ച് സംഘം ചേർത്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെയാണ് മുദ്രാവാക്യങ്ങൾ ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. നേരത്തെ സംസ്ഥാന വ്യാപകമായി യൂത്ത് ലീഗ് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇത് മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ അത് മലപ്പുറം ജില്ലയിൽ തന്നെ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് യൂത്ത് ലീഗ് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അതിനനുസരിച്ചുള്ള ഒരു പങ്കാളിത്തവും ഒരു പ്രതിഷേധത്തിലുണ്ട് എന്നുള്ളതാണ്. 200-ലധികം യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PM സലാമാണ് ഇത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം യൂത്ത് ലീഗ് ഭാരവാഹികൾ ഉൾപ്പെടെ സംസാരിച്ചതിനു ശേഷമാണ് പ്രവർത്തകർ വീണ്ടും പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ആരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം രാജിവെക്കണമെന്നുള്ളതാണ് യൂത്ത് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. സംഘപരിവാർ ഉയർത്തുന്ന വാദങ്ങൾ അല്ലെങ്കിൽ അതിനുമപ്പുറത്തുള്ള വാദഗതികൾ, അഭിപ്രായങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ളതാണ് യൂത്ത് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷിച്ചും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശം, കേരളത്തിലെ ഏറ്റവും അധികം പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസുകളാണെങ്കിലും ഹവാല പണ ഇടപാടുകളാണെങ്കിലും അതിൽ ഏറ്റവും അധികം ആളുകൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതാണ് യൂത്ത് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയെ മോശമാക്കി ചിത്രീകരിക്കുന്നതിന് മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ സംഘമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരാമർശമായിരുന്നു. അതിവിടെയുള്ള വർഗീയ സംഘങ്ങൾക്ക് വളം വെക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ് യൂത്ത് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് അത് തിരുത്തിയെങ്കിലും അത് ബോധപൂർവം നടത്തിയൊരു പരാമർശമാണ്. അത് കേവലം ഒരു തെറ്റിദ്ധാരണയ്ക്ക് പുറത്തുണ്ടായതല്ല, അല്ലെങ്കിൽ PR ഏജൻസിക്ക് സംഭവിച്ചൊരു വീഴ്ചയൊന്നും തന്നെയല്ല. കൃത്യമായും സംഘപരിവാറിനു വേണ്ടി ഇവിടെ പ്രതലമൊരുക്കുന്നതിന് വേണ്ടി തന്നെ ബോധപൂർവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരമൊരു പരാമർശം എന്നുള്ളതാണ് യൂത്ത് ലീഗും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ദിവസം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് യൂത്ത് ലീഗ് അറിയിക്കുന്നത്. മലപ്പുറം SP ഓഫീസിലേക്കുള്ള മാർച്ച് അവർ അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ബാരിക്കേഡിന് മുൻപിൽ നിന്ന് പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. യൂത്ത് ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ അണിചേരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവായ TP അഷ്റഫുലുണ്ട്, ജില്ലാ ഭാരവാഹികളുണ്ട്,
MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അത്തരത്തിൽ